സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കൊണ്ട് അമ്മ അങ്ങനെയൊക്കെ സംസാരിച്ച്. അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ അമ്മ അവനെ സ്നേഹിക്കുന്നുണ്ടാവും. ആ സ്നേഹം കൊണ്ട് ഇങ്ങനെ അന്ധത ബാധിക്കാൻ പാടുണ്ടോ? ദേവികയെ അമ്മ കുറ്റപ്പെടുത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ദേവിക്ക് പകരം പഴയ കെയർടേക്കറെ തന്നെ വെച്ചാൽ അതെത്രമാത്രം ശരിയാവും? ലോകത്താര് സിദ്ധുവിനെ പരിചരിക്കാൻ വന്നാലും അവരൊന്നും ദേവികയ്ക്ക് പകരമാവില്ല. പകരമാവെന്ന് ജാനകിക്ക് തോന്നുന്നു. ദേവികയ്ക്ക് പകരം വയ്ക്കാൻ ആരാ ഉള്ളത്? സിദ്ധുവിനെ പരിചരിക്കുന്നതിൽ ഇപ്പോ ഞാൻ പോലും ദേവികയ്ക്കൊപ്പം എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എന്താ തെറ്റ്? സിദ്ധുവിനെ പരിചരിക്കുന്ന ചുമതലയിൽ നിന്നും ദേവികയെ മാറ്റാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇനി എന്തൊക്കെ വിഷമം തോന്നിയാലും എന്റെ തീരുമാനം അത് തന്നെയാണ്. താനെന്താ ആലോചിച്ചു കൂട്ടുന്നേ? ഒന്നുമില്ല മഹേട്ടാ. വെറുതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കണ്ട, എന്തോ ഉണ്ട്. എന്താന്ന് പറ. അത് മഹേട്ടാ, അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള അമിത സ്നേഹം കാണുമ്പോ എനിക്ക് പേടി തോന്നുക. പേടിയോ? എന്തിനാ പേടിക്കുന്നത്? സിദ്ധു മഹേട്ടന്റെ രക്തത്തിൽ പിറന്ന മോനാണെന്ന് കരുതിയ അമ്മ അവനെ അതിരില്ലാതെ സ്നേഹിക്കുന്നു. അവന്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും നിഷ്കർഷയൊക്കെ പാലിക്കുന്നു. പക്ഷെ സിദ്ധു സിദ്ധു മഹേട്ടന്റെ മോനല്ലെന്ന് അമ്മ അറിഞ്ഞ. സിദ്ധു എന്റെ മോനല്ലെന്ന് ആരാ പറഞ്ഞത്? അവൻ എന്റെ മോൻ തന്നെയാ. മഹേട്ടൻ അവനെ സ്വന്തം മോനായിട്ട് തന്നെ അംഗീകരിച്ചേക്കുന്നത്. പക്ഷേ സത്യം. എന്ത് സത്യം? അതാരറിയാൻ പോകുന്നു? എങ്ങനെയെങ്കിലും അമ്മ അറിഞ്ഞ അമ്മ പിന്നെ എങ്ങനെയാവും സിദ്ധുവിനെ കാണുക? സിദ്ധു മറ്റൊരാളിൽ എനിക്ക് പിറന്ന മകനാണെന്ന് അമ്മ മനസ്സിലാക്കിയ ഇപ്പൊ അമ്മയ്ക്ക് സിദ്ധുവിനോടുള്ള സ്നേഹം അതന്നും ഉണ്ടാവോ? എനിക്ക് ഭയമുണ്ട് മഹേട്ട. സിദ്ധുവിന്റെ ജന്മത്തെക്കുറിച്ച് അമ്മ അറിഞ്ഞ അമ്മയ്ക്ക് അവനോടുള്ള സ്നേഹം കുറയുമെന്ന് എനിക്ക് നല്ല ഭയമുണ്ട്. അമ്മ അവനെ വെറുക്കോ? ചേച്ചി, കുപ്പിച്ചിലുകൊണ്ട് മുറിവുണ്ടായത് കാരണം ബോധം നഷ്ടപ്പെടില്ലല്ലോ. ഇത് ഉള്ളിൽ എന്തോ വിഷാംശം ചെന്നിട്ടുണ്ട്. ഒരുപക്ഷെ അത് കാലിലെ മുറിവിലൂടെ ആകും ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആക്ച്വലി എങ്ങനെയാ കുപ്പിച്ചില് കാലുകൊണ്ട്? അതൊരു മരുന്ന് കുപ്പി നിലത്ത് വീണ് പൊട്ടിയിരുന്നു. അത് വൃത്തിയാക്കുന്നതിനിടയിലാ കാലിൽ ചില്ല് തറച്ചത്. കുപ്പിയിൽ മരുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുപ്പിയിൽ വിഷം അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതിലെ വിഷം കാരണമാ ദേവിക്ക് ബോധം നഷ്ടപ്പെട്ടത്. വിഷം? അല്ല, ആ മരുന്നിൽ എങ്ങനെ വിഷം കലരും? അല്ല ഡോക്ടർ, പേടിക്കാൻ എന്തെങ്കിലും? നിങ്ങൾ കൃത്യസമയത്ത് കൊണ്ടുവന്നതുകൊണ്ട് ദേവിക്ക് അപകട സാധ്യത ഇല്ലാതായി. ഇനി ഭയപ്പെടാനൊന്നുമില്ല. ഋഷി, ചേച്ചി. ഹേ ദേവിക, ആർ യു ഓക്കേ? ഞാനത് എവിടെയാണ്? എന്റെ കാലൊരു കുപ്പിച്ചില് തറച്ചതല്ലേ, പിന്നെങ്ങനെ എനിക്ക് ബോധം നഷ്ടമായി? അതൊക്കെ വിശദമായിട്ട് പറയാൻ ചേച്ചി. കാലിലെ മുറിവിന്റെ അസ്വസ്ഥത അല്ലാതെ ദേവിക്ക് മറ്റു പ്രയാസങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഒന്നുമില്ല. എല്ലാം ശരിയായിക്കോളും. മുറിവ് സൂക്ഷിക്കണം, പ്രത്യേകിച്ച് നനവ് തട്ടാതെ സൂക്ഷിക്കണം.
നനവ് പറ്റിയ വെള്ളത്തിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കാൻ ഡോക്ടർ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. വരൂ. എന്തൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ആരാ ആ മരുന്ന് കുപ്പിയിലെ വിഷം ചേർത്തത്? എന്താ ഇതിന്റെ അർത്ഥം? നമ്മുടെ വീട്ടില് നമ്മൾ ആരും സുരക്ഷിതരല്ല, അതല്ലേ എന്റെ അർത്ഥം? ശരിക്കും നമുക്കല്ല സുരക്ഷയില്ലാത്തത്. സുരക്ഷയില്ലാത്തത് കുട്ടനാണ്. അതെ സ്വാമി, സ്വാമിജി പറഞ്ഞത് വളരെയധികം ശരിയാ. മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം തേടിയാണ് ഇവിടെ വന്നത് അല്ലേ? സത്യമാണ്. ഭർത്താവിനെ കുറിച്ചാണ് ആദി. അതെ സ്വാമി, അദ്ദേഹത്തെ കുറിച്ച് തന്നെ എന്റെ ഉത്കണ്ഠ മുഴുവൻ. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് സ്വാമിജി. പക്ഷെ അദ്ദേഹത്തിന്റെ ശത്രു ആരാണെന്നോ ആരിൽ നിന്നാണ് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടതെന്നോ എനിക്കറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രോഗം, ഒരപകടത്തില് ഓർമ്മയ്ക്ക് തകരാറ് സംഭവിച്ച മനുഷ്യന് അദ്ദേഹം. അദ്ദേഹത്തിന്റെ രോഗം ഭേദമാവണം. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ ഓർമ്മകൾ തിരികെ കിട്ടണം. അപകടത്തിന് മുമ്പ് അദ്ദേഹം എങ്ങനെയായിരുന്നു അതുപോലെ അദ്ദേഹത്തെ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്നും ഒരു വലിയ രഹസ്യം എനിക്ക് ചോദിച്ചറിയേണ്ടതുണ്ട്.